ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡൽഹിയിൽ തിരക്കിട്ട ഒരു ചർച്ച നടന്നു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നമ്മുടെ ഡോക്ടർ ശശി തരൂരുമായിട്ട്. കഴിഞ്ഞ 6-7 മാസത്തിനു മുമ്പ് ഇത്തരമൊരു മീറ്റിംഗ് വേണമെന്ന് ഡോക്ടർ തരൂർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചർച്ചയും നടന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം അദ്ദേഹം അവഗണിക്കപ്പെട്ടതുപോലെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സോണിയാഗാന്ധിയുടെ ബസ്സിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡോക്ടർ തരൂരിനെ കണ്ടു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ചർച്ചയിൽ KC വേണുഗോപാൽ ഇല്ലായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഡോക്ടർ തരൂർ ഉയർത്തിയ കുറേ പ്രശ്നങ്ങൾ വളരെ സൗഹൃദം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും എല്ലാം ചേർന്ന് പിന്നീട് ഒരു ചർച്ചയും കൂടി നടന്നു. ഈ ചർച്ച കൊണ്ട് കേരളത്തിൽ കത്തിപ്പടർന്ന തരൂർ വിവാദം അവസാനിക്കുമോ? പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിൻ്റെ 2 മാസത്തെ വേതനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. 52.85 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയമാണെന്ന് കേരളത്തിലെ ആശാ വർക്കർമാർ കൊടുക്കുന്നതെന്നാണ് സർക്കാർ പറഞ്ഞത്. സലീം മാലിക് കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അതായത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സലീം മാലിക്, യഥാർത്ഥത്തിൽ ഇത്രയും തുക അനുവദിച്ചതോടെ 2 മാസത്തെ വേതനം അനുവദിച്ചതോടെ ഈ സമരം അവസാനിക്കുമോ? ഈ സമരം ഈ 2 മാസത്തെ വേതനം അനുവദിച്ചത് കൊണ്ട് മാത്രം അവസാനിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സമരാവശ്യം അത് മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 3 മാസത്തെ കുടിശ്ശികയാണ് ഇതുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നത്. അതിൽ നിന്നും 2 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. അത് വലിയൊരു ആശ്വാസമായി ഇവർക്ക് ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവർ ഉയർത്തുന്ന പല ആവശ്യങ്ങളുണ്ട്. അത് ഈ ഓണറേറിയം അനുവദിക്കുന്നതിൽ മാത്രമല്ല, ഈ ഓണറേറിയത്തിന് വലിയ മാനദണ്ഡങ്ങൾ കൂടി ഇവർ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കി ഇട്ടുണ്ട്. അതിനുശേഷമുള്ള വിരമിക്കൽ തുക അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനിടയിലാണ് സർക്കാർ ഇപ്പോൾ ഈ 7000 രൂപയാണ് മാസം ഓണറേറിയം എന്നാണ് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ സർക്കാർ അത് നിഷേധിക്കുകയാണ്. 13,200 രൂപയാണ് ഈ മാസം ആശാ വർക്കർമാർക്ക്, നന്നായി ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ലഭിക്കുക. അത് ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ ആ തുക ലഭിക്കും എന്നതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ സമരം ഇവർ അവസാനിപ്പിക്കുമോ എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. അപ്പോൾ നിങ്ങളുടെ ഒരു സമരത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നല്ലോ, അപ്പോൾ ഈ സമരം അവസാനിപ്പിക്കൂ? ഇല്ല, അവസാനിപ്പിക്കത്തില്ല. നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം. മാത്രമല്ല, നിങ്ങൾ പറയുന്നത് ഈ ആ ദിവസം മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് 7000 രൂപയാണ് നിങ്ങളുടെ ഓണറേറിയം, അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ പറയുന്നു അത് അങ്ങനെയല്ല. 13,200 രൂപ നിങ്ങൾക്ക് നന്നായി ജോലി ചെയ്യുന്ന ആശമാർക്ക് കിട്ടും എന്നാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇല്ല, ഒരിക്കലും അല്ല. 7000 രൂപയാണ് നമുക്ക് ഓണറേറിയം പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇൻസെൻറ്റീവായിട്ടാണ് പറയുന്നത്. ഓണറേറിയം തന്നെ 10 മാനദണ്ഡം വെച്ചാണ് 700 രൂപ വെച്ച് 10 മാനദണ്ഡത്തിനാണ് 7000 രൂപ അടിക്കുന്നത്. അതുപോലും ആ മാനദണ്ഡം കറക്റ്റായിട്ട് കിട്ടാത്ത ആശമാർക്ക് പലവരും 1500 രൂപ മേടിക്കുന്നതുകൊണ്ടുണ്ട്. ആ സർക്കുലർ, ഈ സർക്കാർ തന്നെ ഇറക്കുന്ന സർക്കുലർ പരിശോധിച്ചാൽ അറിയാം, 7000 രൂപ കൃത്യമായിട്ട് മേടിക്കാത്ത എത്രയോ ആശമാർ. ഈ ഓണറേറിയം അല്ലാതെ മറ്റ് ഇൻസെൻറ്റീവുകൾ ഉൾപ്പെടെ ഈ പറയുന്ന തുക നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. കാര്യം അവർ പറയുന്ന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരാൾക്ക് 300 രൂപ കിട്ടുമെന്ന് പറയുന്നു. മറ്റേ ഒരുപാട് പേര് ഇപ്പം പൈസ ഇല്ലെങ്കിൽ പോലും ഗവൺമെൻറ് ആശുപത്രികളിൽ പ്രസവിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അവരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ 300 രൂപ പറയുന്നത് നമുക്ക് ആശമാർക്ക് അത് കിട്ടാറില്ല. പക്ഷേ സർക്കാരിൻ്റെ കണക്കിൽ അതും കൂടെ ചേർത്താണ് സർക്കാർ ഈ പറയുന്നത്. നമുക്ക് ആ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ JS/2 എന്നും പറഞ്ഞ് തരുന്നത് അതാണ് പറയുന്നത്. ചേച്ചി, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം ലഭിക്കുന്നത് കേരളത്തിലെ ആശമാർക്കാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ ആ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോഴിപ്പോൾ ഗർഭിണികളുടെ കാര്യം തന്നെ പറയുന്നല്ലോ, അവർക്ക് നമുക്ക് കിട്ടിയ എല്ലാവരും പ്രൈവറ്റിൽ പോകണമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണൈസേഷന് 28 ദിവസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഈ കുത്തിവയ്പ്പ്. അപ്പം നമുക്ക് കിട്ടുന്ന കുട്ടികളെ കൊണ്ടുപോയാൽ അവർക്കത് പോരാ. 5 കുട്ടികളെങ്കിലും കൊണ്ടു ചെന്നാലേ നമുക്ക് ഈ 20 രൂപ വെച്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്കൊരു യഥാർത്ഥ തീർപ്പ് വരണമെങ്കിൽ, ഒരു കറക്റ്റ് ഒരു തീർപ്പ് വരണമെങ്കിൽ ഈ 2 മാസത്തെ ഓണറേറിയം നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടാൻ പറ്റൂല. എപ്പോഴായിരുന്നാലും ഈ ഓണറേറിയം തരേണ്ടതാണ്.
ജോലി ചെയ്യുന്ന കൂലിയാണ് അവർ തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. വിജയം വരെ സമരം ചെയ്യും. എസ്കേൻ, അത് തന്നെയാണ് ഈ സമരം ഇന്ന് 9ാം ദിവസം രാത്രിയിലാണ്. നാളെ 10ാം ദിവസമാണ്. മറ്റന്നാൾ ഒരു വലിയ മഹാസംഗമം ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ആശമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ മഹാസംഗമവും സംഘടിപ്പിക്കുകയാണ്. അതിനിടയിലാണ് സർക്കാർ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ചില പൊടിക്കൈകൾ ചെയ്ത്. അത് ആദ്യ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു. അതിന് പിന്നാലെയാണ് 2 മാസത്തെ ഓണറേറിയം അനുവദിക്കുന്നത്. പക്ഷേ അപ്പോഴും സമരക്കാർ പിന്മാറില്ല, പുറകോട്ടില്ല എന്നാണ് പറയുന്നത്. മുഴുവൻ ആനുകൂല്യങ്ങളും വാങ്ങിയ ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് സംസ്ഥാനത്തെ ആശമാരുടെ ഈ സമരം ചെയ്യുന്ന അസോസിയേഷന്റെ നിലപാട്. ഓക്കെ, സലിം മാലിക്കാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 2 മാസ വേതനം അനുവദിച്ചെങ്കിലും ആശാ വർക്കേഴ്സ് പറയുന്നത് അവർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല, അവർ സമരം തുടരും എന്നാണ് പറയുന്നത്. ഷാഫി കുമേരി പറയുന്നത്. എസ് കെ എൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഷാഫി. ഇന്നൊരു കള്ളച്ചിരി ഉണ്ടല്ലോ എസ് കെ എൻ, ലോട്ടറി മറ്റോ അടിച്ചോ? ഞാൻ ഈ ഡൽഹിയിലെ ആ ചർച്ചയോർത്ത് ഒന്ന് ചിരിച്ചു പോയതാണ്. കഴിഞ്ഞ 6-7 മാസങ്ങളായി ഡോക്ടർ തരൂരിനെ കണ്ടതായി ഇവരാരും നടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ വിവാദം ഉണ്ടാക്കിയപ്പം ചർച്ചയോടെ ചർച്ച ഡൽഹിയിൽ. അതോർത്തപ്പോൾ എനിക്കൊരു ചെറിയ ചിരി വന്നു പോയതാണ്. അപ്പോൾ നമുക്ക് കുറേ പ്രേക്ഷകർ ഈ പ്രൈം ടൈമിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരട്ടെ കേട്ടോ, കുഴപ്പമില്ല. ഇന്ന് പകൽ ഇ ഡിയുടെ വ്യാപകമായ റെയ്ഡ് നടന്നു. 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചു എന്ന് മാത്രമല്ല, പ്രതി അനന്തകൃഷ്ണൻ, അതുപോലെ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ എന്നിവരുടെ വീട്, ഓഫീസ്, ഇവിടങ്ങളിലെല്ലാം ഇന്ന് ഇ ഡി റെയ്ഡ് ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ വരുന്നൊരു വാർത്ത, പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെ ഇ ഡി ഉണ്ടാകും. സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദകുമാറിൻ്റെ വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. രേഖകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക ഇ ഡി തയ്യാറാക്കും. ആരോപണ വിധേയരെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ഏത് സാഹചര്യത്തിലാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന് ഇ ഡി അന്വേഷിച്ചറിയും എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് ഇന്ന് അവസാനിച്ചെങ്കിലും റെയ്ഡ് തുടരാൻ സാധ്യതയുണ്ടോ? ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശ്വാസയോഗ്യമായ അറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് എസ് കെ എൻ. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് ലാലി വിൻസെന്റ്, കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് അവസാനിച്ചത്. അവർ പ്രതികരണം നടത്തിയിരുന്നു മാധ്യമങ്ങളിലൂടെ. അവർ പറഞ്ഞ കാര്യം തന്നെ വ്യക്തമാക്കുന്നത് ഇതാണ്: അവരുടെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ, ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ, രേഖകളൊക്കെ തന്നെ ഇ ഡി പിടിച്ചെടുത്തുകൊണ്ട് പോയതായി അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അവരെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും അതെന്ന് വേണം എന്നുള്ള കാര്യം അവരെ അറിയിക്കും എന്നും പറയുകയും ചെയ്യുന്നു. അതായത് ഈ ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ഈ പരിശോധനയ്ക്ക് വിധേയയായ വ്യക്തി തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന ഈ ബ്രേക്കിംഗ്, ഈ വാർത്തയെ ശരിവെക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇനി അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ, അനന്തകൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി ഉള്ളത്. കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം വിനിയോഗിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്തേക്ക് പണം കടത്തൽ എന്നിവ നടന്നിട്ടുണ്ടോ എന്നാണ് ഏജൻസി പരിശോധിക്കുന്നത്. ഇന്ന് കെ എൻ ആനന്ദകുമാറിന്റെ വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്തവയിൽ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങളും രജിസ്ട്രേഷൻ രേഖകളും ഒക്കെ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രേഖകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. അത് അല്പസമയം മുൻപ് ലാലി വിൻസെന്റും സമ്മതിച്ചു, തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഇ ഡി പറഞ്ഞിട്ടുള്ളതായി അവരും പറയുന്നുണ്ട്. ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾക്കും നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ തീരുമാനം. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഈ തുകയാണ്. അത് പലർക്കായി നൽകിയതായി അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിന്റെ ചില തെളിവുകളുണ്ട് എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെന്തിനത് കൈപ്പറ്റി എന്നതറിയണം. അതിനുവേണ്ടി അവർക്കും നോട്ടീസ് നൽകും. കേസിലെ ഭൂരിഭാഗം രേഖകളും പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കയ്യിലാണ്. അതവർ സ്വമേധയാ നൽകിയില്ലെങ്കിൽ കോടതി മുഖേന അത് വാങ്ങിയെടുക്കാൻ ഇ ഡിക്ക് പദ്ധതിയുണ്ട്. കാരണം അങ്ങനെയെങ്കിലേ ഈ അന്വേഷണം മുന്നോട്ട് പോകൂ. ഇനി എസ് കെ എൻ ചോദിച്ച ഒരു കാമ്പുള്ള ചോദ്യം, അതായത് ഇനി ഇത് തുടരുമോ വീണ്ടും എന്നുള്ളത്, ഇതിവിടെ അവസാനിക്കുകയല്ല. ഇന്ന് ഈ റെയ്ഡിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഇനി ഈ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കും. ഒപ്പം തന്നെ അവരുടെ റെയ്ഡും പരിശോധനയും തുടരുക തന്നെ ചെയ്യും. നോട്ടീസ് അയച്ച് വിളിപ്പിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതിനൊപ്പം നടക്കും. എസ് കെ എൻ.
ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത് തന്നെ മറ്റൊരു വാർത്ത കൂടി അറിയിക്കുന്നുണ്ട്. കോതമംഗലത്ത് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇഞ്ചത്തൊട്ടിയിൽ തൂക്കുപാലത്തിന് താഴെ പുഴയിൽ ഒരു അജ്ഞാത മൃതദേഹം എത്തിയെന്നാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുഴയിൽ കണ്ടത്. ഉച്ചസമയത്ത് പരിസരത്ത് ഇദ്ദേഹത്തെ കണ്ടതായും ആളുകൾ പറയുന്നു. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്ക് അടുപ്പിച്ച് പരിശോധന നടത്തി വൈകുന്നേരത്തോടെ. എന്തായാലും കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയുന്നില്ല. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വക്കീൽ ഫീസ് ഇനത്തിൽ കിട്ടിയ 47 ലക്ഷം രൂപയുടെ വിവരങ്ങൾ ഇഡിക്ക് കൈമാറിയെന്ന് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനും മറ്റുമാണ് ഫീസ് വാങ്ങിയത്. തന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. എനിക്ക് കേസിനെ കുറിച്ച് അറിയാവുന്നതും കക്ഷികളെ കുറിച്ച് അറിയാവുന്നതും എല്ലാം വിശദീകരിച്ചു. അവർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കൊണ്ടുപോയി. 3 സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തെ ജോലിക്ക് കിട്ടിയതാണ്. അത് 47,04,500 രൂപയുണ്ട്. എന്നെ പറ്റിച്ചിട്ടില്ല. എന്നോട് സിൻസിയറായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെയാണ് പ്രതീക്ഷിച്ചത്. വന്നത് ഇഡിയാണ്. ഇഡി വന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. ഇന്ന് ഡൽഹിയിൽ നടന്നൊരു ചർച്ചയെക്കുറിച്ചാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സോണിയാഗാന്ധിയുടെ ബസ്സിൽ രാഹുൽ ഗാന്ധിയും ഡോക്ടർ ശശി തരൂരും ഇവർ 3 പേരും ചർച്ച നടത്തി. ചർച്ച നടക്കുന്ന സമയം KC വേണുഗോപാൽ വീടിന് പുറത്തു നിൽക്കുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അതുകൊണ്ട് KC വേണുഗോപാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ലേഖന വിവാദത്തിന് പിന്നാലെയാണ് ഡോക്ടർ തരൂർ MPയെ അനുനയിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് മീറ്റിംഗ് നടത്തിയതും ഇടപെട്ടതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6-7 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ കാണാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു കൊടുത്ത കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പിന്നീട് ചർച്ചയിൽ പങ്കെടുത്തു. കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി കണ്ടതാണ്. അല്ല, എന്താണ് ചർച്ച നടന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം എനിക്ക് ഉറപ്പുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഡൽഹിയിൽ നിന്ന് വിനിത VG ചേരുന്നു. വിനിത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 5:20 കൂടിയായിരുന്നു ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ജൻപത് പത്തിലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശശി തരൂർ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ചർച്ചകളിലോ മറ്റൊന്നും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ അദ്ദേഹം എത്തുകയും പിന്നീട് ഈ തരൂരിനെ നേരിൽ കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഈ ലേഖന വിവാദങ്ങൾക്കിടെയാണ് ഹൈക്കമാൻഡുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന് പറയാനുള്ളത് രാഹുൽ ഗാന്ധി കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ലേഖന വിവാദത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന നേതൃത്വം കടുത്ത അതിർത്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറായില്ല. അവിടെയും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. ആ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് മിനിറ്റുകൾ മാത്രമായിരുന്നു ആ സൗഹൃദ സന്ദർശനം എന്നാണ് നമുക്കത് പറയാൻ കഴിയുക. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖർഗെയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിലവിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും കൂളായി പാർട്ടി മുന്നോട്ട് പോവുകയാണെന്നുമാണ് ഈ ചർച്ചകൾക്ക് പിന്നാലെ KC വേണുഗോപാൽ MP പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ശശി തരൂരിന്റെ നിലപാട് എല്ലായ്പ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിനീത VG. വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഡോക്ടർ തരൂരുമായിട്ടുള്ള ചർച്ച നടന്നത്. പറയാനുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ ഇനി ഈ വിവാദത്തിന് അടിസ്ഥാനമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി ഇടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ CPMലേക്ക് ചേക്കേറുന്നു. വെള്ളിയാഴ്ച കോട്ടൂളിൽ നടക്കുന്ന സ്വീകരണ പരിപാടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് ഭരണസമിതിയിലെ 6 അംഗങ്ങൾ ഉൾപ്പെടെ 20-ലധികം പേർ അന്ന് CPMന്റെ അംഗത്വം സ്വീകരിക്കും. രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. CPMലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ?
SKN ആ ഒഴുക്ക് തടയാൻ കോൺഗ്രസിനായില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ CPM ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറെ മാസങ്ങളായി നടത്തി വരികയായിരുന്നു. ആ ചർച്ചകളാണ് ഇപ്പോൾ വിജയം കാണുന്നത്. കോൺഗ്രസുമായി ഇടഞ്ഞ വിമതരെയാണ് ഇപ്പോൾ CPM-ലേക്ക് നേതൃത്വം എത്തിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച കോട്ടൂരിയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് വിമതർ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കും. നിലവിൽ ഈ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള 6 പേരാണ് അംഗത്വം സ്വീകരിക്കുന്നതിൽ പ്രമുഖരായിട്ടുള്ളത്. അതിൽ ബാങ്ക് ചെയർമാനായിട്ടുള്ള GC പ്രശാന്തും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുറേ വർഷങ്ങളായി കോൺഗ്രസ് ആയിരുന്നു ചേവായൂർ ബാങ്ക് ഭരിച്ചിരുന്നത്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വവുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒടുവിൽ ബാങ്ക് സംരക്ഷണ സമിതി എന്ന പുതിയൊരു സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് നിലവിലെ ഭരണസമിതി മത്സരിക്കുന്നു. അവർക്ക് CPM പിന്തുണ നൽകുകയായിരുന്നു. CPM പിന്തുണയിലാണ് 11 അംഗങ്ങളും ജയിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ ബാങ്ക് ഭരണവും മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും കൂടുതൽ പേർ വരും മാസങ്ങളിൽ വരും ദിവസങ്ങളിൽ CPM-ലേക്ക് എത്തുമെന്നാണ് CPM-ന്റെ ഒരു പ്രതീക്ഷയും. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ഒരുപാട് പ്രേക്ഷകർ പല രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നതിൽ ഒരു കമൻറ്റ് പറയുന്നത് മിക്കവാറും ഡോക്ടർ തരൂരിനെ ഇവരെല്ലാം കൂടി BJP-യിലോ CPM-ലോ എത്തിക്കും എന്നാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് കയറി ചേക്കേറുന്ന ആളല്ല ഡോക്ടർ ശശി തരൂർ. ലോകം കണ്ടവനല്ലേ. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദ തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കരുതെന്ന CPI. സർക്കാരും LDF-ഉം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന നടപടികളിലേക്ക് കടക്കണം. പൊതുവിതരണവും ക്ഷേമകാര്യങ്ങളും മെച്ചപ്പെടുത്തണം. നിർദ്ദേശങ്ങൾ LDF നേതൃത്വത്തെ അറിയിക്കാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ വൈകി വന്ന വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. CPI ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരാൻ എത്ര മാസങ്ങളാണുള്ളത്? ഇനി എന്ത് പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്? പറയൂ. SKN നമസ്കാരം. ഇന്നലെ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാന ചർച്ചാ വിഷയം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഈ ചർച്ചയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ വിവാദങ്ങളിലേക്ക് പോകരുത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും മുന്നണിയുടെ പ്രവർത്തകരുടെയും തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി വിവാദങ്ങളിലേക്ക് സർക്കാർ പോകരുത്. ഒപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ സർക്കാരും മുന്നണിയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും CPI മുന്നോട്ട് വെക്കുന്നു. സർക്കാരിലെ പല വകുപ്പുകളുടെയും ഭരണം കൂടുതൽ മെച്ചപ്പെടണമെന്ന ആവശ്യവും CPI മുന്നോട്ട് വെക്കുന്നു. ഭരണ വകുപ്പുകൾ കൂടുതൽ മെച്ചപ്പെടണം. ഒപ്പം തന്നെ പൊതുവിതരണ സമ്പ്രദായം, പ്രത്യേകിച്ചും മാവേലി സ്റ്റോറുകൾ പോലുള്ള സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആവശ്യത്തിന് സാധനങ്ങൾ മറ്റും ഉറപ്പാക്കുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണവും ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിതരണവും തടസ്സങ്ങളില്ലാതെ നടക്കണം എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഈ ആവശ്യങ്ങൾ ഒന്നാകെ പരിഗണിച്ച് മുന്നോട്ട് പോകണമെന്ന് മുന്നണിയോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. ഒരുപക്ഷെ നാളെ നേരുന്ന LDF നേതൃയോഗത്തിൽ തന്നെ CPI ഈ ആവശ്യം ഉന്നയിക്കും. അല്ലെങ്കിൽ CPI ഉപേക്ഷ ചർച്ചയിലായിരിക്കും ഈ ആവശ്യം മുന്നോട്ട് വെക്കുക. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിൻ്റെയും മുന്നണിയുടെയും മുഖം മിനുക്കി മുന്നോട്ട് പോകണമെന്ന വികാരമാണ് CPI പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് CPI ഈ കാര്യം ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വർഗീസ് മത്തായി പറഞ്ഞു, SKN കുവൈറ്റിൽ കഷ്ടപ്പെട്ടിരുന്ന ജോലി സ്ഥലത്ത് നിന്ന് ഓരോരോ മെസ്സേജ് കുത്തിവിടും, പക്ഷേ SKN ഒന്നും വായിക്കത്തുമില്ല. എന്തായാലും ജോലി സ്ഥലത്ത് ജോലി തടസ്സപ്പെടുത്തി താങ്കൾ മെസ്സേജ് അയക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം താങ്കൾ ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്, നാട്ടിലല്ല. അവിടെ നിയമങ്ങൾ കുറച്ചുകൂടെ കടുകട്ടിയാണ്. അത്യാവശ്യം പുലിവാലി പിടിച്ചു പറ്റരുത് കേട്ടോ. വയനാട് നടവയലിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കാണാതായിട്ട് ഇന്ന് 10 ദിവസം തികയുന്നു. പാതിരിയമ്പം സ്വദേശിയായ ഗിരീഷ് എന്ന 25 വയസ്സുള്ള ആളിനെയാണ് കാണാതായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ആദിവാസി ക്ഷേമ സമിതി പറയുന്നത്. എവിടെ പോയെന്നറിയില്ല. ഞങ്ങളറിയാവുന്ന ബന്ധുക്കാരുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തുമൊക്കെ അന്വേഷിച്ചു. 10-11 ദിവസമായി പണിക്കൊന്നും പോവാതെ അങ്ങനെ മോനെ തിരഞ്ഞ് നിൽക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും കണ്ടു കിട്ടുമെന്നുള്ള പ്രതീക്ഷ. സഹോദരിയുടെ മരണത്തിന് ശേഷം വിഷാദത്തിലാണ്ടുപോയ ആളാണ് പാതിരിയമ്പം ഉന്നതിയിലെ ഗിരീഷ്. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം. കഴിഞ്ഞ 8-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. പനമരം പോലീസിൽ പരാതി നൽകി. പോലീസിനും ഉത്തരമില്ലാത്ത സ്ഥിതി. അന്വേഷണം നടക്കുന്നുണ്ടെന്നല്ലാണ്ട് അതിന് കാര്യമായിട്ട് നമുക്ക് ഇത് കിട്ടിയില്ല. പിന്നെ ക്യാമറ ചെക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൽ ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണമാണ് ആദിവാസി ക്ഷേമ സമിതി ഉന്നയിക്കുന്നത്. പട്ടികവർഗം മാത്രമായതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു അനാസ്ഥ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പോലീസിനോട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അവർ അന്വേഷിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അത് ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്തണ്ടേ. കാണാതാകുമ്പോൾ കറുത്ത പാൻസും
നീലക്കള്ളിയുള്ള ഷർട്ടുമായിരുന്നു വേഷമെന്ന് ബന്ധുക്കൾ പറയുന്നു. തൊട്ടടുത്ത വനമേഖലയിലടക്കം ബന്ധുക്കൾ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. 24 വയനാട്. നിസാം കൊല്ലം കമന്റ് ബോക്സിൽ പറഞ്ഞു, SKN 2 മാസം കൊണ്ട് CPIയും BJPയും വിട്ട് കോൺഗ്രസിലേക്ക് വന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും എണ്ണം പറഞ്ഞാൽ 10,000-ന് മുകളിൽ വരുമെന്നാണ് പറയുന്നത്. ഇല്ലില്ല, എൻ്റെ കയ്യിൽ ആ കണക്കില്ല. 10,000 പേരൊക്കെ ചേക്കേറിയും. എപ്പോഴാണ് അത്? നമുക്ക് എന്തായാലും ആ കണക്ക് എനിക്കൊന്നുകൂടി ബോധ്യപ്പെടാനുണ്ട്. യെസ്, പ്രൈം ടൈം തുടരുകയാണ്. ഷെഫീഖ് പറയുന്നു, CPM വിട്ടുപോയവരുടെ കണക്ക് 24 കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായത് കൊള്ളിച്ച് പറഞ്ഞാണല്ലോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വാർത്തകൾ കൊടുക്കുമ്പോൾ നമുക്ക് CPM എന്നോ കോൺഗ്രസ് ഒന്നും ഇല്ല. പരമാവധി സത്യസന്ധമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതിന് വിലങ്കെടുത്തടിയാവരുത്. ലേഖൻ ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. ലേഖന വിവാദത്തിന് പിന്നാലെ ഡോക്ടർ ശശി തരൂർ MP അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡോക്ടർ തരൂർ നടത്തി. ചർച്ചകളിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും. കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും നിലപാടിനൊപ്പമായിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കൂളാണ്. കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KC വേണുഗോപാൽ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെ ED. ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾക്ക് നോട്ടീസ് കൊടുക്കും. KN ആനന്ദകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ പോലീസിനെ വിമർശിച്ച ഹൈക്കോടതി തന്റെ അക്കൗണ്ട് ED മരവിപ്പിച്ചിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ച VK ശ്രീകണ്ഠൻ MPക്ക് മറുപടിയുമായി മന്ത്രി MP രാജേഷ്. VD സതീശനോ രമേശ് ചെന്നിത്തലയോ പങ്കെടുക്കുമെങ്കിൽ 24 സംവാദത്തിന് തയ്യാറെന്ന മന്ത്രി രാജേഷ്. വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. 24 ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അവര് സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവര് സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. മന്ത്രിയുടെ മറുപടി. VK ശ്രീകണ്ഠൻ MPയുടെ വെല്ലുവിളിയിൽ 24 മന്ത്രിയുടെ പ്രതികരണം തേടിയപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നതിനിടെ ആശാ വർക്കേഴ്സിന്റെ 2 മാസത്തെ വേതനം അനുവദിച്ച സംസ്ഥാന സർക്കാർ. 52,85 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ ഉത്തരവായി. കേരളത്തിൽ ലഭിക്കുന്നത് ഉയർന്ന ഓണറേറിയം എന്ന വിശദീകരണം. സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശാ വർക്കേഴ്സ്. ഓണറേറിയം തരേണ്ടതാണ്. ജോലി ചെയ്യുന്ന കൂലിയാണ് അവർ തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഒന്ന് പിരിഞ്ഞു പോകില്ല. വിജയം വരെ സമരം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ജനവിശ്വാസം വീണ്ടെടുക്കണമെന്ന് CPI. വിവാദ തീരുമാനങ്ങൾ പാടില്ല. വകുപ്പുകളുടെ ഭരണം മെച്ചപ്പെടുത്തണം. പൊതുവിതരണവും ക്ഷേമകാര്യങ്ങളും മികവുറ്റതാക്കണം. LDF യോഗത്തിൽ നിലപാട് അറിയിക്കും. കോഴിക്കോട് ചേവായൂരിലെ കോൺഗ്രസ് വിമതർ CPMലേക്ക്. ബാങ്ക് ഭരണസമിതിയിലെ 6 അംഗങ്ങൾ ഉൾപ്പെടെ 20 പേർ CPM അംഗത്വം എടുക്കും. വയനാട് കമ്പമലയിലെ വൻ തീപിടുത്തം മനുഷ്യനിർമ്മിതമെന്ന സൂചന. ഒരാൾ കസ്റ്റഡിയിലായി. പിടിയിലായത് തൃശ്ശിലേരി സ്വദേശി സുധീഷ്. തലപ്പുഴ മുനീശ്വരൻ കുന്നിൽ റവന്യൂ ഭൂമിയിലും തീപിടുത്തമുണ്ടായി. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയ മലയാളി ഉൾപ്പെട്ട സംഘം തമിഴ്നാട് മധുരയിൽ അറസ്റ്റിലായി. പിടിയിലായവരിൽ കായംകുളം സ്വദേശി അൻവർ ഷായും. പ്രതികളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 76 ലക്ഷം രൂപ കണ്ടുകെട്ടി. ചേർത്തല സ്വദേശിയിൽ നിന്ന് 7,65 ലക്ഷം രൂപ തട്ടിയ തായ്വാൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് കേരളത്തിൽ കൊണ്ടുവന്നു. വ്യാപാര വാണിജ്യ ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ ഖത്തർ നിർണായക കരാർ. 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കും. ഊർജ്ജ മേഖലയിലും സഹകരണം ഉണ്ടാകും. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിക്ക് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള വരവേൽപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിൽ ഭരണ പ്രതിപക്ഷ പോര്.
സുപ്രീം കോടതി വിഷയം പരിഗണിക്കാനിരിക്കെ തിരക്കിട്ടുള്ള നിയമനത്തിൽ കേന്ദ്രത്തെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട പ്രതിഷേധം വിവാദങ്ങൾക്കിടെ ജ്ഞാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും. മറ്റു വാർത്തകളിലേക്ക് ഇനി വിശദമായി. മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം തെറിച്ചു വീണ് അപകടമുണ്ടായി. മത്സരത്തിന് മുൻപ് നടന്ന കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേർന്നു. സമീർ, യഥാർത്ഥത്തിൽ ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ടാണോ ഈ അപകടം ഉണ്ടായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ആൾക്കാരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണല്ലോ വാർത്തകൾ വരുന്നത്. നിലവിൽ 5ഓളം വരുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. ഇവരുടെ പരുക്ക് ഗുരുതരമല്ല, നിസ്സാരമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അരമണിക്കൂർ മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. മലപ്പുറം അരീക്കോട് തെരട്ടമ്പൽ സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി മത്സരം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഇന്നാണ് ഇതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ഈ ഫുട്ബോൾ മൈതാനത്ത് ഈ കരിമരുന്ന് പ്രയോഗം നടത്തിയിരുന്നു. അങ്ങനെ കരിമരുന്ന് പ്രയോഗത്തിനിടയിൽ ഈ ചില പടക്കങ്ങൾ ഈ ഗാലറിയിൽ ഇരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് തെറിച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. വലിയ കരിമരുന്ന് പ്രയോഗമാണ് ഈ മത്സരത്തിന് മുൻപായി നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഏതാനും ചില കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് ഈ പടക്കങ്ങൾ തെറിച്ചാണ് നിലവിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആംബുലൻസും മറ്റുള്ള ആംബുലൻസും എത്തിച്ച് പരുക്കേറ്റവരെ സമീപത്തെ 2 ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശുപത്രിയിലുള്ളവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ തെരട്ടമ്പൽ മൈതാനത്ത് സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ഇന്ന് യുണൈറ്റഡ് FC നെല്ലിക്കുത്തും അതോടൊപ്പം തന്നെ KMG മാവൂരും തമ്മിലാണ് ഇന്ന് മത്സരം ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകളെല്ലാം തന്നെ ഈ ഫുട്ബോൾ മൈതാനത്തിലേക്ക് എത്തി ഗാലറി എല്ലാം തന്നെ മുഴുവനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ സമീപത്തെ മതിലിലുമൊക്കെ ഈ ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ആളുകളൊക്കെ എത്തി മത്സരം തുടങ്ങുന്നതിന് മുൻപാണ് ഈ ഗ്രൗണ്ടിൽ വെച്ച് ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്ന ഒരു ഘട്ടമുണ്ടായത്. ഫൈനൽ ആയതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് മത്സരം ആരംഭിക്കാനായി സംഘാടകർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് മത്സരത്തിന് മുന്നോടിയായി വലിയ വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗം നടത്തിയത്. അതിനിടയിലാണ് ചില പടക്കങ്ങൾ ഈ ഗാലറിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് പതിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. അങ്ങനെ ആളുകൾക്ക് പൊള്ളിയാണ് നിലവിൽ നിസ്സാര പരിക്കുണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ പരിക്കേറ്റ ആളുകളെ നാട്ടുകാരും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് സമീപത്തെ 2 ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം മത്സരം പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. കാര്യമായ സംഘർഷമെല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ അതിന് ശാന്തത വന്നിരിക്കുകയാണ്. മത്സരം പുനരാരംഭിക്കാനാണ് നിലവിൽ സംഘാടകരുടെ തീരുമാനം. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. അബൂബക്കർ ഇബ്രാഹിം പറയുന്നത് അതെന്താ പാലക്കാട്ടെ എം പി വെല്ലുവിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വേണമെന്ന് പറയുന്നത്? അതായത് മന്ത്രിയല്ലേ വെല്ലുവിളിച്ചിരിക്കുന്നത്? മന്ത്രിക്ക് തുല്യമായ പദവിയിലിരിക്കുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ എം പി രാജേഷ് പറഞ്ഞതുപോലെ നേരത്തെ ഈ വിമർശനം ഉയർത്തിയവർ രമേശ് ചെന്നിത്തലയും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ആയാൽ 24 വഴി ഒരു വാക്കേറ്റം ഒരു സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്. ഞാനിന്ന് എം പി രാജേഷുമായി സംസാരിച്ചു. അദ്ദേഹം ഈ 24 അങ്ങനെ ഒരു സംവാദം ഒരുക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുകയാണെങ്കിൽ താൻ തയ്യാറാണ്. പക്ഷേ VK ശ്രീകണ്ഠൻ എം പിയുമായി ഒരു സംവാദത്തിന് എം പി രാജേഷ് തയ്യാറല്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപയും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ 1,00,000 രൂപയും മരവിപ്പിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ പണം മരവിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് ED പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് ഈ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച തുക ഈ അനന്തു കൃഷ്ണൻ ആർക്കൊക്കെ നൽകി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെയാണോ അന്വേഷണ പരിധിയിൽ വരുന്നത്
അവരുടെ അക്കൗണ്ടുകളിലുള്ള പണം ഈ കേസ് തീരുന്നത് വരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ അന്വേഷണം അവസാനിക്കുന്നത് വരെയോ മരവിപ്പിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ്. ഒരു പക്ഷേ ഈ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഈ കുറ്റകൃത്യത്തിലൂടെ കിട്ടിയതാകാം എന്നുള്ള അനുമാനത്തിലാണ് സാധാരണ ED ഇത്തരം നടപടി ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഉണ്ടായതെന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേ EDയുടെ ഒരു പ്രസ് റിലീസ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മരവിപ്പിക്കൽ നടപടി ഉണ്ടാകുമ്പോൾ വരേണ്ടതാണ്. അതിന് കുറച്ച് സമയമെടുത്തായാലും അവരത് പുറത്തുവിടുകയും ചെയ്യും. കിട്ടുന്ന വിവരമനുസരിച്ച് വിവിധ അക്കൗണ്ടുകളിലെ പണം ED മരവിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപ നിലവിലിപ്പോൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. ജനസേവാ സമിതിയുടെ അക്കൗണ്ടിലെ 1,69,00,000 രൂപ ED ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1,00,000 രൂപ ഇപ്പോൾ മരവിപ്പിച്ചു എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട്. പക്ഷേ ലാലി വിൻസെന്റ് നേരത്തെ പറഞ്ഞത് തന്റെ അക്കൗണ്ടിൽ കിടന്ന തുക മരവിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ രീതിയിലാണ് ആ അക്കൗണ്ടിലെ തുകകൾ മരവിപ്പിച്ചു എന്നുള്ള വിവരം വരുന്നത്. അതൊരു സ്വാഭാവിക നടപടിയാണ്. ഒരുപക്ഷെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ള രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത്. EDയുടെ തന്നെ ഒരു റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ED അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിഷാദ് പറയുന്നു, SKN ഒരു വാർത്ത കൊടുത്തിട്ട് അത് വായിക്കാൻ കൂട്ടാക്കാത്ത നിങ്ങളുടെ ഈ അഹങ്കാരത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ബിപിൻ സി വിജയന് അയച്ചു കൊടുത്തിരുന്നു, പക്ഷെ എന്നിട്ട് നിങ്ങളത് വായിച്ചില്ല. എല്ലാ വാർത്തകളും നമുക്ക് ചിലപ്പോൾ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. സംപ്രേഷണ യോഗ്യമാണെങ്കിൽ മാത്രമേ നമുക്കത് പരിഗണിക്കാൻ പറ്റൂ. താങ്കൾ അയച്ച വാർത്ത ഏതാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും ബിപിൻ സി വിജയനോട് ഞാൻ ഈ കാര്യം അന്വേഷിക്കാം. താങ്കൾ പ്രകോപിതനാകരുത്. റെഡി. മദ്യനിർമ്മാണശാല വിഷയത്തിൽ സംവാദത്തിന് തയ്യാറെന്ന എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് 24-നോട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ സംവാദത്തിന് വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനോ അതല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോ ആണെങ്കിൽ 24-ലൂടെ ഒരു സംവാദത്തിന് താൻ തയ്യാറാണെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. MP രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. നമുക്ക് 24-ലൂടെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. ഇന്ന് രാവിലെ 24-ലൂടെയാണ് VK ശ്രീകണ്ഠൻ MP മദ്യനിർമ്മാണശാല വിഷയത്തിൽ മന്ത്രി MP രാജേഷിനെ സംവാദത്തിന് വെല്ലുവിളിച്ചത്. 24-ലൂടെ തത്സമയ സംവാദത്തിന് തയ്യാറെന്നായിരുന്നു VK ശ്രീകണ്ഠന്റെ പ്രതികരണം. ഇതിൽ പ്രതികരണം തേടിയപ്പോഴാണ് മന്ത്രി MP രാജേഷ് സംവാദത്തിന് തയ്യാറെന്നറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി 24-ലൂടെ സംവാദമാകാമെന്ന് മന്ത്രിയുടെ പ്രതികരണം. മഴക്കുഴികളല്ല, തടാക സമാനമായ മഴവെള്ള സംഭരണിയാണ് ഇന്നലെ സന്ദർശിച്ചതെന്നും MP രാജേഷ്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. മന്ത്രി തയ്യാറെങ്കിൽ സംവാദത്തിന് വേദിയൊരുക്കുമെന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ അറിയിച്ചിരുന്നു. മദ്യനിർമ്മാണശാല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം MP രാജേഷ് സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ സ്ഥലം MP ആയ തന്നോടാണ് സംവാദം നടത്തേണ്ടതെന്നായിരുന്നു 24-നോട് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. മന്ത്രി MP രാജേഷിന്റെ അഹല്യ ക്യാമ്പസ് സന്ദർശനത്തിനെതിരെ BJPയും രംഗത്തെത്തി. 24 പാലക്കാട്. എന്തായാലും സംവാദം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. 24 വഴി തന്നെ ലൈവായിട്ടൊരു സംവാദം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്നു പറയാം, കല്ലും നെല്ലും തിരിയാം, പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ ആ നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. യെസ്, പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. രഞ്ജിത് കുമാർ പറയുന്നു, ആ മോഷ്ടാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് SKN അയാളെ കള്ളനെന്ന് വിളിക്കാൻ പറ്റുമോ? നല്ലത് ചെയ്ത ആളല്ലേ അയാൾ? നല്ലത് ചെയ്ത് രണ്ടാം പകുതിയിൽ, ആദ്യത്തെ പകുതിയിൽ അയാൾ ഈ ബൈക്ക് അടിച്ചുകൊണ്ട് പോയി, സ്കൂട്ടർ അടിച്ചുകൊണ്ട് പോയില്ലേ? സീന മുഹമ്മദ് പറയുന്ന ഈ മന്ത്രി MP രാജേഷും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ തമ്മിലുള്ള സംവാദം ഉണ്ടെങ്കിൽ അതൊരു ഞായറാഴ്ച വയ്ക്കണമെന്നാണ് പറയുന്നത്. സംവാദത്തിന് തന്നെ അവർ തയ്യാറായില്ല, പിന്നല്ലേ ആഴ്ച. എന്തായാലും നമുക്ക് അവരോട് പറഞ്ഞു നോക്കാം, ഒരു അവധി ദിവസം എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സംവാദത്തിലാകാം. ചില പ്രേക്ഷകർ പറയുന്ന ഒരു നല്ല സംവാദം കണ്ടിട്ട് കുറച്ച് കാലമായി, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആ മോഷ്ടാവിൻ്റെ കഥയിലേക്കാണ്. 2 മാസം മുമ്പ് മോഷ്ടിച്ച സ്കൂട്ടർ അതേ സ്ഥലത്ത് തിരിച്ചു വെച്ചു ഒരു മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തു. വെറുതെ വെച്ചു പോകുക മാത്രമല്ല, അതിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു, പുതിയ ടയറും മാറി. ഇതൊക്കെ സ്കൂട്ടറിൽ വെച്ചിട്ടാണ് ഈ കള്ളൻ പ്രായശ്ചിത്തം ചെയ്തത്. നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കള്ളൻ അല്ലേ? പലപ്പോഴും വടക്കേ മണ്ണയിൽ കള്ളൻ്റെ പ്രായശ്ചിത്തമാണിത്. വ്യത്യസ്തനായ ഈ കള്ളൻ്റെ കഥ പറയുകയാണ് ബിപിൻ സി വിജയൻ. വടക്കേ മണ്ണയിലെ HMC ഡെക്കറേഷനിലെ ഷാഫിയും ബാബുവും ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ
കഴിഞ്ഞ ഡിസംബർ 20-നാണ് മോഷണം പോയത്. പിന്നീട് CCTVകളൊക്കെ നോക്കിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ നടന്നു, പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ സ്കൂട്ടർ കണ്ടെത്താനായില്ല. ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു 2 ദിവസം മുൻപ് ഈ സ്കൂട്ടർ ആ മോഷണം പോയ അതേ സ്ഥലത്ത് കള്ളൻ കൊണ്ടുവച്ചു. ബാക്കി കഥകളൊക്കെ ബാബു തന്നെ പറയും. അപ്പോൾ നല്ലവനായൊരു കള്ളനല്ലേ? നല്ലവനായൊരു കള്ളൻ എന്ന് തന്നെ പറയാം. എന്തിനെ ഉപയോഗിച്ചു എന്നറിയില്ല. 2 മാസത്തെ ഗ്യാപ്പിൽ തന്നെ ആൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡാമേജുകളും കാര്യങ്ങളൊക്കെ, സൈഡിലൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ, മറിഞ്ഞ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കള്ളൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിച്ചു കൊടുന്ന് വെച്ചു. പിന്നെ ഒന്ന് വണ്ടിയിൽ എണ്ണ ഉണ്ട്, ടയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മാവൻ്റെ വണ്ടിയാണ്, അമ്മാവനാണ് കാര്യമായിട്ട് ഉപയോഗിക്കൽ. അപ്പോൾ അമ്മാവൻ്റെ മകളെ ഒരു ചെരുപ്പ് ഇതിലുണ്ടായിരുന്നു, അത് മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് മകള്. അതും കൂടി ഒന്ന് കൊടുന്നു തന്നാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു കിട്ടിയില്ല, സന്തോഷം കാര്യങ്ങളിൽ ഒക്കെ ഓക്കെ. നിങ്ങൾ പള്ളി പോയ സമയത്താണോ മോഷണം പോയത്? വെള്ളിയാഴ്ച നമ്മൾ ജുമേൻ്റെ സമയത്ത് കറക്റ്റ് ഒരു 1 മണി 1:05 ശേഷം ഇത് കളവ് പോയിട്ടുള്ളത്. CCTV നോക്കുമ്പോൾ കറക്റ്റ് ആൾ വന്ന് താഴ്ന്ന് വന്നിട്ട് ആൾ വണ്ടിമ്മ കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്ന CCTV ദൃശ്യത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ടാണ് പിന്നെയാണ് വണ്ടി എടുത്ത് പോകുന്നത്. വണ്ടി എടുത്ത് പോകുമ്പോൾ തന്നെ വല്ലാതെ വണ്ടി ഓട്ടാൻ അറിയാത്ത രീതിയിലാണ് എടുത്തു പോകുന്നത് തന്നെ. തിരിച്ചു കൊടുന്നപ്പോഴും CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. തിരിച്ചു വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച അധികം സ്റ്റാഫ് എല്ലാവരും ലീവുള്ള ടൈമാണ്. ഞായറാഴ്ച പൊതുവെ നേരത്തെ അടക്കും ഷോപ്പ്. അപ്പോൾ 10 മണിക്ക് നമ്മൾ ഷോപ്പ് അടച്ചിട്ടുണ്ട്. അടച്ച ആ സമയത്ത് 10:30 ആളിവിടെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല, തിങ്കളാഴ്ച രാവിലെയാണ് നമ്മളിത് അറിയുന്നത് വണ്ടി തിരിച്ചു വന്നിക്കണമെന്നുള്ളത്. അപ്പോൾ അതൊരു സന്തോഷവും കാര്യം. ആള് നേരെ വരിക, വെക്കുക, നേരെ അങ്ങോട്ട് മേലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് CCTV ദൃശ്യം അത്ര ക്ലിയറും അല്ല. പിന്നെ അന്വേഷണമില്ല. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്, കളഞ്ഞു പോയ സാധനം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചു. കേസ് ഓൾറെഡി കേസ് കൊടുത്തതല്ല, കംപ്ലൈൻറ്റ് കൊടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അറിയിച്ചു. അപ്പോൾ 2 മാസത്തെ എന്തോ ഒരു ആവശ്യത്തിന് വാഹനം എടുത്ത ആളായിരിക്കും എന്നാണ് ഇപ്പോൾ ഇവർ കരുതുന്നത്. എന്തായാലും സ്കൂട്ടർ കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ഈ HMC ഡെക്കറേഷൻ. ഹർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. ചില പ്രേക്ഷകർ പറയുന്നു വേണമെങ്കിൽ ഈ അവരുടെ സ്കൂട്ടർ വേണമെങ്കിൽ അയാൾക്ക് മോഷ്ടിക്കാൻ കൊടുക്കാമായിരുന്നു, ടയറും മാറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തന്നാൽ മതിയായിരുന്നു. അങ്ങനെയും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ഒരു വൻ തട്ടിപ്പ്. മധുര സ്വദേശിയുടെ 52 ലക്ഷം രൂപ കവർന്ന കേസിൽ മലയാളി ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായി. കായംകുളത്തെ അൻവർ ഷാ ആണ് പിടിയിലായ മലയാളി. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, അവിടെയും മലയാളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായില്ലേ? സന്തോഷം, പറയും. വലിയൊരു തട്ടിപ്പാണ് ഈ മലയാളിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. നിലവിൽ കായംകുളം സ്വദേശിയായിട്ടുള്ള അൻവർ ഷാ ആണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി പോലീസിനെ വട്ടം കറക്കിക്കൊണ്ടിരുന്ന ആളാണ്. പ്രധാനമായും ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയിരുന്നത്. ഈ പിടിയിലായ 3 പേർ, മറ്റു 3 പേർ കർണാടക സ്വദേശികളാണ്. ഫേസ്ബുക്കിൽ ഈ നിരവധി ട്രേഡിംഗ് ആപ്പുകളുടെ പരസ്യം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരസ്യം നൽകിക്കൊണ്ട് ഈ ആപ്പിലേക്ക് ഓരോരുത്തരെയും ക്ഷണിക്കുകയും ഒപ്പം തന്നെ ഒരു തവണ ഇവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവരെ നിരന്തരം ഫോളോ ചെയ്ത് ഈ പണം ഈ ആപ്പ് വഴി ട്രേഡ് ചെയ്ത് ഇരട്ടിയാക്കാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘം ഒരു വല നെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമായും പിടിയിലായത് മധുര സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് 52 ലക്ഷം രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഈ 52 ലക്ഷം രൂപയും പലതവണയായി ഈ 4 പേരുടെ പല അക്കൗണ്ടുകളിലേക്കാണ് ഇയാൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ മധുരയിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇയാൾ ഒരു പരാതി നൽകുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. കേരളത്തിലടക്കം ഇവർ നിരവധി തവണ എത്തി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ 4 പേരും പിടിയിലായിരിക്കുന്നത്. ഇതിൽ കായംകുളം സ്വദേശിയായി ആണ് അൻവർ ഷാ. ഇയാൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറന്നു. അതിലേക്ക് കുറെ പണം എത്തിയതോടുകൂടിയാണ് പോലീസിന് കൂടുതൽ സംശയമായത്. എന്തായാലും കൂടുതൽ മലയാളികൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ പരാതി നൽകണമെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. താങ്ക് യു റഹീസ്. ചെന്നൈയിൽ നിന്നാണ് റഹീസ് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമുക്കൊരു സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു പദ്ധതിയാണിത്. യാത്രക്കാരുടെ നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ചാണ് നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. 1 കൊല്ലത്തിനകം പണി പൂർത്തിയാക്കാനാണ് പരിപാടി. കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മറ്റൊരു പദ്ധതി കൂടി എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ, നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ.
2010 ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെയാണ് റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിടുന്നത്. സ്ഥലത്തിന്റെ ദൗർലഭ്യവും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പദ്ധതി മുന്നോട്ട് പോയില്ല. വിഷയം പലതവണ സ്ഥലം എം പി ബെന്നി ബെഹനാൻ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമാണ്. ഈ ഭൂമി ഉപയോഗിച്ചായിരിക്കും പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുക. 19 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ക്ഷണിച്ച് 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും പ്രവൃത്തികൾ. ഈ കാണുന്ന സോളാർ പാടത്തിന് സമീപമായിരിക്കും പുതിയ റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്യുന്നത്. കൊച്ചിൻ എയർപോർട്ട് എന്ന് പേരിടാനാണ് നിലവിലെ തീരുമാനം. അത്താണി ജംഗ്ഷൻ കടന്ന് എയർപോർട്ട് റോഡിലെ മേൽപ്പാലം അവസാനിക്കുന്നിടത്തായിരിക്കും പ്ലാറ്റ്ഫോം ആരംഭിക്കുക. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരമാണ് വിമാനത്താവളത്തിലേക്കുള്ളത്. ഇലക്ട്രിക് ബസ്സുകളടക്കം സജ്ജീകരിക്കാൻ സിയാലും തീരുമാനിക്കുന്നുണ്ട്. ഭൂമിയും സിയാലും റെയിൽവേ സ്റ്റേഷനും വിട്ടു നൽകും. ഒപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക്, ഇന്റർസിറ്റി എക്സ്പ്രസ്സുകൾക്കെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ട് എന്നതാണ്. 24 കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന 2 പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും. 2 വന്ദേ ഭാരത് സർവീസുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാകും. പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണ്. ഇവിടെ നിന്നായിരിക്കും സിയാലിന്റെ ഇലക്ട്രിക് ബസ്സുകൾ പ്രവർത്തനം ആരംഭിക്കുക. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴാണ് സ്റ്റേഷന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി നിർമ്മാണം ആരംഭിക്കാനുള്ള തീരുമാനം. പല ദീർഘദൂര ട്രെയിനുകളും അവിടെ നിർത്തുന്നില്ല. നമ്മളുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ ദീർഘദൂര ട്രെയിനുകളും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നെടുമ്പാശ്ശേരിയിൽ പുതുതായി വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകണമെന്നതാണ്. തത്വത്തിൽ അത് അംഗീകരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും റെയിൽവേ ബോർഡിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അതിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ച് നമ്മുടെ ഒരു സ്വപ്നം എത്രയും വേഗം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിനിലെത്തുന്ന വിമാനത്താവള യാത്രികർക്ക് വലിയ ആശ്വാസമാകും. നിലവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകാൻ 600 രൂപയ്ക്കടുത്ത് വേണം. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പുമില്ല എന്നത് മറ്റൊരു പ്രശ്നം. വന്ദേ ഭാരതിൽ വരുന്നവർ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും നിരവധി യാത്രക്കാർ ദിനംപ്രതി എത്തുന്ന സ്ഥലത്തേക്കാണ് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കാലങ്ങളായുള്ള യാത്രകളുടെ ആവശ്യമാണ് നിറവേറുന്നത്. എത്രയും പെട്ടെന്ന് പദ്ധതി ഫലപ്രാപ്തിയിലെത്തുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പൊതുജനങ്ങൾ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഒരു വിപിൻ സി വിജയൻ വാർത്ത ഏൽപ്പിച്ചു. വാർത്ത വായിച്ചു കണ്ടില്ല. നിസാദ് പറഞ്ഞില്ലേ, നിസാദ് ഞാൻ വിപിൻ സി വിജയനുമായി സംസാരിച്ചു. അങ്ങനെ ഒരു വാർത്ത വിപിൻ സി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കളെങ്കിലും ഒരിക്കൽ കൂടി അയക്കൂ, നമുക്ക് നോക്കാം. ഇനി ബാലകൃഷ്ണൻ. ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിലാണ് കായിക മന്ത്രി. അതിനിടയിലാണ് ദേശീയ ഗെയിംസിലെ മോശം പ്രകടനത്തിൽ കായിക മന്ത്രിയും കേരള ഒളിമ്പിക്സ് അസോസിയേഷനും തമ്മിൽ പോരുമുറുകിയത്. കായിക വകുപ്പിലെ വിവാദത്തിന് എന്ന് ഫൈനൽ വിസിൽ മുഴങ്ങും? കാണാം അഫ്സലിൻ്റെ വാൽകഷ്ണം. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. നമ്മളെ കായിക മന്ത്രി മെസ്സിനൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാറില്ല, ഭയങ്കരമായിട്ടുള്ള തിരക്കിലാണ്. കുമ്പളം ബ്രദേഴ്സിന് ബൈജു കുമ്പളത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചരിത്രം തന്നെ പിന്നെ അതെല്ലാവർക്കും അറിയാലോ. കായിക മന്ത്രി നേട്ടങ്ങൾ വാരി കൂട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം ഇങ്ങനെ നടക്കുന്നു. ആ നേട്ടമാണ് എന്ന് പറയുന്നതിന് ചിലർക്ക് വല്ലാത്ത പ്രയാസം. അതെന്താ അങ്ങനെ ഒരു വിവാദം? മന്ത്രി പണിയെടുക്കണില്ലേ? ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണുണ്ടോ? കായിക മന്ത്രിയുടെ ജോലി കറക്റ്റ് അല്ലേ? ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ട കായിക പ്രേമികളെ, കുമ്പളത്തിന്റെ തിരക്കുറിയായ കുമ്പളം ബ്രദേഴ്സ് എന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നൊരു കപ്പടിച്ചു വരും വളരെയധികം സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷം ഒറ്റ ടൂർണമെന്റ് ജയിച്ചിട്ടില്ല. അങ്ങനെ വിവാദത്തിന് ടോസ് ഇട്ടു. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു ഭാഗത്തിറങ്ങി കളി തുടങ്ങി. ഇപ്പോ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ആ വിവാദം ആരാ സ്പോൺസർ ചെയ്തത്? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി, സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. കളി നോക്കുമ്പോൾ ക്യാപ്റ്റനെ കുറ്റം പറയണതേ
ടീം സ്പിരിറ്റ് അല്ല. നാഷണൽ ഗെയിംസിൽ മോശം പ്രകടനത്തിന് കാരണം കായിക വകുപ്പാണ്. ഇതിലും മോശം പ്രകടനത്തിന് മുമ്പുണ്ടായിരുന്നു. അല്ല, ഇതിന് മുന്നപ്പോ ആരെയും മന്ത്രി? നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവിയാണെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയല്ല. ഭൂമി പരന്നതാണെന്നാണ് സങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. പക്ഷെ ആ ബുദ്ധി നമുക്ക് അധിക കാലം അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഷട്ടപ്പ് എന്ന് പറഞ്ഞു. അന്നത്തെ ആ ഷട്ടപ്പ് തെറ്റിപ്പോയോ? അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്. ശരി, അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ മന്ത്രിനെ കുറ്റം പറയുന്നത് ശരിയാണോ? ഈ പറയുന്ന കക്ഷി ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്, ഹോക്കി. അദ്ദേഹത്തിന്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ ആരാണ് പ്രശ്നക്കാര്? മന്ത്രിയോ അതോ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു സൈക്കിള് ആ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വകയായിട്ട് എക്യുപ്മെൻറ്റ്സ് ആണല്ലോ കൊടുക്കേണ്ടത്, വാങ്ങിക്കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ? ഒരു സൈക്കിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ വാങ്ങിക്കണം 5, 6, 7, 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ കൊണ്ടുപോയാൽ മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് മെഡല് കുറഞ്ഞതിനെ കുറിച്ച് വേറെന്ന് പറയുന്നത്. അതാ മന്ത്രി കേട്ടില്ലേ, സൈക്കിൾ ഇല്ലാതെ മെഡല് കിട്ടൂലെന്ന്. പക്ഷേ ഇതിനാവശ്യമായുള്ള ധനസഹായം കായിക വകുപ്പ് നൽകാറുണ്ട്. സ്പോർട്സ് കൗൺസിൽ മുഖാന്തരമോ ഡയറക്ടറേറ്റ് മുഖാന്തരം നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മെസ്സിനെ കൊടുന്ന് ശരിയാക്കോ അതോ സൈക്കിൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞയച്ച് ശരിയാക്കോ സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്ത് ശരിയാക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി നേരുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ